ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചന്ദ്രേ, എടി ചന്ദ്രേ, ചന്ദ്രേ, ചന്ദ്രേ. എന്താ മോനെ? ചേച്ചി, അവളെവിടെ? ചന്ദ്ര, അവളകത്തുണ്ട്. ചന്ദ്രേ. എന്താ സിദ്ധുട്ടാ? നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? നാട്ടുകാരുടെ മുൻപിൽ വെച്ച് നിന്റെ അച്ഛന്റെ കൂട്ടുകാര് എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് സന്തോഷമായല്ലോ? അതെപ്പോ? എടി, നീക്ക് എന്തിനാ മകളാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്ത് ആ കടം നിനക്കങ്ങ് തീർത്തൂടെ? ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ അല്ലേ? എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി അവരെന്നെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്തപ്പോ. ഞാൻ നിന്റെ ഭർത്താവായി പോയെന്ന ഒറ്റ കാരണം കൊണ്ടാ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. സോറി, അവര് സിദ്ധുവിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരുപാട് കാശ് കയ്യിലുണ്ടെന്നാണല്ലോ എപ്പോഴും നീ പറയാറ്. അതിൽ കുറച്ചെടുത്ത് കൊടുത്ത് കടം തീർത്താൽ എന്താ? ചെയ്യണം. എപ്പോ? മാനവും മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ ഞങ്ങള്. ഞങ്ങൾക്ക് ആരുടെ മുൻപിലും നാണം കെടേണ്ട ഒരു ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛൻ വരുത്തി വെച്ച കടം നീ തന്നെ തീർക്കണം. എനിക്കിനി വഴിയിലിറങ്ങി നടക്കാനുള്ളതാ. മുന്നറിയിപ്പ് തന്നിട്ട് അവര് പോയത്. കോടതിയിലെങ്ങാനും വന്ന് അവര് പ്രശ്നം ഉണ്ടാക്കിയ വക്കീലന്മാർക്കിടയിലും ഞാൻ നാണം കെടും. അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. എന്തൊക്കെയായിരുന്നു ഒരു നടേശൻ സാറ്. കാശിന് ഗതിയില്ലാത്തവനായിരുന്നു അച്ഛനെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. നാട് മുഴുവൻ കടവും കടക്കാരും. നാണം ഇല്ലല്ലോടി നിനക്ക് ആ തന്തയുടെ മോളെന്ന് പറയാൻ. എന്റെ അച്ഛനാരും കുറ്റപ്പെടുത്തണ്ട. കടം വാങ്ങുന്നത് ഒരു തെറ്റൊന്നുമല്ലല്ലോ. വാങ്ങുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ സമയത്തിന് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് മാറും. ഞാൻ തിരിച്ചു കൊടുക്കും. എവിടെ നടുത്ത് വെച്ച് കൊടുക്കാനാ? സിദ്ധു കേട്ടോ, പൊട്ടി പാളീസായ കുത്തുവാളെടുത്ത ഒരുത്തിയാ ഇവിടെ നിൽക്കുന്നേ. കോടതിയിൽ പിച്ചക്കാരിയായിട്ട് ഫയൽ ചെയ്ത് രക്ഷപ്പെടാനായിരിക്കും